जाना ना दिल से दूर, 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 जाना ना दिल से दूर. മിയ പ്ലീസ് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യ്. ഞാനിപ്പോ ഏത് കളർ ഡ്രസ് ഇടാ? ബ്ലാക്ക് വേണോ, വൈറ്റ് വേണോ, ഓറഞ്ച് വേണോ, ഗ്രീൻ വേണോ, റെഡ് വേണോ, വൈൻ കളർ വേണോ? ഇനിയിപ്പോ എല്ലാ കളർ ഡ്രസ്സും ഉണ്ട്. എനിക്കിപ്പോ ഏത് കളറായിരിക്കും ചെയ്യാ? സോ നീ ഒന്ന് വേഗം നോക്കി പറ. ഞാൻ ഒരുപാട് എണ്ണം ട്രൈ ചെയ്ത്, പക്ഷെ ഒന്നും എനിക്കങ്ങോട്ട് പറ്റുന്നില്ല. എനിക്ക് എല്ലാം കൂടി കണ്ടിട്ട് കൺഫ്യൂഷൻ ആവുന്നേ. ഏതാ ഞാനിടുക? നീ ഒന്ന് പറഞ്ഞതാ. ഇപ്പൊ തന്നെ ചോദിച്ചായ വരുമ്പോ ഞാൻ നല്ല സ്റ്റൈലായിട്ട് എടുക്കണ്ടേ? അപ്പൊ ഇതൊക്കെ ഒരു ഡ്രസ് എനിക്ക് ഇഷ്ടമാവുന്നില്ല. നീയാ ഒന്ന് പറ, ഞാനിപ്പോ ഏതിടും? എന്റെ ചേച്ചി എന്തിനങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? ഏതെങ്കിലും നല്ലൊരു ഡ്രസ് എടുത്തിട്ടോ. ഇനിയിപ്പോ അത് ഏത് തന്നെ ആയാലും ഇടുന്നത് ചേച്ചിനല്ലേ. അല്ല, ഞാൻ അങ്ങനെ പറഞ്ഞല്ല. എന്റെ ചേച്ചി മുത്തല്ലേ, ഏത് ഡ്രസ്സും എന്റെ ചേച്ചിക്ക് ചേരും. അതുകൊണ്ട് ചേച്ചി ടെൻഷൻ അടിക്കണ്ട. കൂളായിട്ട് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്തോ. ജോജാന്റെ ഫേവറേറ്റ് കളർ ഏതായിരിക്കും? അതറിയാണെങ്കിൽ ആ കളർ ഡ്രസ് ഇടായിരുന്നു. ഇതിപ്പോ അതാണെങ്കിൽ എനിക്ക് അറിയൂല. പറഞ്ഞിട്ട് കാര്യമില്ല. പരസ്പരം മനസ്സിലാക്കാൻ സമയം തരണമെന്ന് പറഞ്ഞിട്ട് ഈ വീട്ടുകാരൊന്നും തന്നതുമില്ല. പെട്ടെന്ന് എൻഗേജ്മെന്റ് വേണമെന്ന് പറഞ്ഞ്. അപ്പൊ പിന്നെ എനിക്ക് എങ്ങനെ അറിയാൻ അതൊക്കെ? ഇതിപ്പോ എന്താ ചെയ്യാ? അതുമാത്രല്ല, ജോജായിനെ ഞാൻ എങ്ങനത്തെ ഡ്രസ് ഇടുന്നതായിരിക്കും ഇഷ്ടം? സാരിയാണോ, ഫ്രോക്കാണോ, സൽവാറാണോ, ജീൻസും ടോപ്പാണോ? അതൊക്കെ ഇപ്പൊ എങ്ങനെയാന്ന് അറിയാം. വല്ലാത്തൊരു കഷ്ടം. ഇപ്പം എന്തായാലും സാരിയൊക്കെ ചെക്ക് വരുമ്പോഴത്തേക്ക് ഒരു ടൈം എടുക്കും. അതുകൊണ്ട് അത് വേണ്ട. എന്തായാലും ഒരു സൽവാർ തന്നെ നോക്കാം. പക്ഷെ ഇത് ഏതാ ഇടുന്നത്? എനിക്ക് ഒന്നത് പ്രാന്താണ്. എന്തായാലും വേണ്ടില്ല, കണ്ണു നോക്കി ഒന്ന് സെലക്ട് ചെയ്യാം, എന്നിട്ട് അതിടാം. എന്തായാലും ഇടുന്നത് ഞാനല്ലേ, അപ്പൊ എന്തായാലും ചോദിച്ചാൽ ഇഷ്ടം. പിന്നെ അത് മാത്രല്ല, എന്നെ വിളിക്കുന്നത് നീ ആയതുകൊണ്ട് ഞാൻ പറയാം, ഓവർ പൊട്ടിയടിച്ച് കോളമാക്കരുത്. എല്ലാം ലൈറ്റായിട്ട് മതി. ഇനിയിപ്പോ ജോജായിന് അതൊന്നും ഇഷ്ടമില്ലാത്തതാണെങ്കിലോ? അതുകൊണ്ട് അതെനിക്ക് അറിയില്ല. അതുകൊണ്ട് എല്ലാം കുറച്ച് മതി, ഓവറാക്കി ചാളാക്കണ്ട. ഓക്കെ? മേക്കപ്പിന്റെ കാര്യമൊക്കെ ഞാനേറ്റു. സിമ്പിൾ ആൻഡ് ഹംബിൾ ആയിട്ട് ഞാൻ എല്ലാം ചെയ്തുതരാം. ഓക്കെ? കുക്കീസും പപ്പയും കൂടി പുറത്തു പോയതുകൊണ്ടാ, അല്ലെങ്കിൽ അവളെ തന്നെ ചേച്ചിനെ റെഡിയാക്കി തരുമായിരുന്നു. ഇനിയിപ്പോ എന്തായാലും അവളില്ലാത്ത സ്ഥിതിക്ക് ഞാൻ തന്നെ മേക്കപ്പ് ചെയ്തുതരാം. ചേച്ചി ഒന്നും കൊണ്ടും ടെൻഷൻ അടിക്കണ്ട. സിമ്പിൾ ആൻഡ് ഹംബിൾ ആയിട്ട് ഞാൻ എല്ലാം ശരിയാക്കി തരാം. ചോച്ചായൻ ചേച്ചിനെ കണ്ട ഉടനെ ഫ്ലാറ്റ് ആവും, നോക്കിക്കോ. അതുമാത്രല്ല, ചോച്ചായൻ ചേച്ചിന്റെ മുഖത്തൊന്നും കണ്ണെടുക്കത്തേയില്ല. ഇത് ഞാൻ തരുന്ന ഗ്യാരണ്ടിയാ. അതുകൊണ്ട് എന്റെ മേക്കപ്പിനെ കുറിച്ച് ആലോചിച്ച് ചേച്ചി ടെൻഷൻ അടിക്കണ്ട. എന്തോ ആലോചിച്ചോണ്ട് നിക്ക എന്റെ ചേച്ചി. വാ, മമ്മി പറഞ്ഞ കേട്ടില്ലേ, അവര് താഴെ എത്തിയിട്ടുണ്ട്. നീ വാ. പിന്നെ നെർവസ് ആയിട്ട് ഒന്നും കോളാക്കാൻ നിൽക്കണ്ട, കൂളായി നിന്നാ മതി. ഒന്നുമില്ലെങ്കിലും ഒരു പ്രാവശ്യം ചോദിച്ചതിനെ കണ്ടതല്ലേ, പിന്നെന്താ പ്രശ്നം? മാത്രല്ല, ഫോണിലൂടെ ചാറ്റിങ്ങും കോളിംഗ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ. പിന്നെന്താ, വേഗം വാ അങ്ങോട്ട്.
എന്റെ കർത്താവേ, ഇതെന്താ ഞാൻ കാണുന്നേ? ഇതിലേതെന്റെ ചോദിച്ചായി രണ്ടാളും ഒരുപോലുണ്ട്. കിങ്സാം ഒരുപോലെ ഉണ്ടാവില്ല, സ്വാഭാവികം. പക്ഷെ എന്നാൽ ഇത് വല്ലാത്തൊരു ചീത്തായി പോയി. ഇതിൽ നിന്ന് എന്റെ ചോദിച്ചാല് ഏതാണ് ഞാൻ എങ്ങനെ മനസ്സിലാക്കും? എല്ലെങ്കിലേ കാണാനൊരു പോലെ, അതും പോരാഞ്ഞിട്ട് ഇവരെന്തിനാ ഒരേ കളർ ഡ്രസ് ഇട്ടത്? ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യും? ഇതിനാരാ ചോദിച്ചാൻ? ഏതാ വിളിച്ചാൻ? ഒന്നും മനസ്സിലാവുന്നില്ല. ഓ, ഇപ്പഴേ എന്റെ കിളിയൊക്കെ പോകുന്നു. ഇനിയിപ്പോ കല്യാണമൊക്കെ കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഞാൻ എങ്ങനെ ഇവരെ രണ്ടാളും തിരിച്ചറിയും? മാറിപ്പോകാതിരുന്നാൽ മതിയായിരുന്നു. ഇനി ജോച്ചായുടെ മേലെ വല്ല ചിപ്പും ഘടിപ്പിക്കേണ്ടി വരുമോ? എന്തെങ്കിലും ഒരു വഴി കാണണം. എന്നാലും ഈ മറിയാന്റിനും അങ്കിളിനും സമ്മതിക്കണം. ഇവരെ രണ്ടുപേരും എങ്ങനെ തിരിച്ചറിയാ? ഒരു വ്യത്യാസമില്ലല്ലോ. ഞാൻ കുറെ പാടുപെടു കർത്താവേ. അയ്യോ, എന്താണ് എന്റെ ചേച്ചി നിന്റെ ഒരവസ്ഥ? എനിക്ക് വയ്യ കുട്ടീച്ച് നോക്കി, എനിക്ക് ചിരി നിർത്താൻ കഴിയുന്നില്ല. അയ്യോ, എനിക്ക് വയ്യ. എന്റെ ചേച്ചി മിണ്ടാതിരിക്കടി പെണ്ടികളെ. ആ കുറച്ചിരി ഒന്ന് നിർത്തലുണ്ട്, അല്ലെങ്കിൽ അവരെന്ത് വിചാരിക്കുന്നു? അല്ല, ഇതെന്ത് പറ്റി? എന്തിനു മക്കളെ നിങ്ങളിങ്ങനെ ചിരിക്കുന്നേ? അതിനു മാത്രം ഇവിടെ തന്നുണ്ടായേ? സോറി ആന്റി അങ്കിൾ, അത് പിന്നെ വേറൊന്നും ഉണ്ടായിട്ടല്ല. അല്ലെങ്കിൽ എന്റെ ചേച്ചി കൺഫ്യൂഷല്ല ഇതിലേതാ ചോച്ചായൻ ടീച്ചായന്. കാരണം ചേച്ചിനെ പറഞ്ഞിട്ടും കാര്യമില്ല, ഒറ്റ നോട്ടത്തിൽ ആർക്കും ഇവരെ പെട്ടെന്ന് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടായിരിക്കും. അതും പോരാഞ്ഞിട്ട് സ്കൂൾ പിള്ളേരെ പോലെ ഇവരിങ്ങനെ യൂണിഫോമില്, അതായത് ഇവര് രണ്ടുപേരും ഒരേ ഡ്രസ്സിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ എന്റെ ചേച്ചി ആകെ പെട്ടുപോവില്ല ആന്റി. അതൊക്കെ ആലോചിച്ചപ്പോ എനിക്കും ചേച്ചിക്കും ചിരി അടക്കാൻ കഴിഞ്ഞില്ല, അതാ സത്യം. സോറി. അല്ല, ജോച്ചായനോടും മീച്ചായനോടും ഞാനൊരു കാര്യം ചോദിക്കട്ടെ? നിങ്ങൾ എപ്പോഴും ഇങ്ങനെയാ പുറത്തൊക്കെ പോകുമ്പോ ഒരേപോലെ ഡ്രസ് ചെയ്തിട്ട് ആണോ? അയ്യോ കുക്കീസേ, അതിന് നീ എന്തിനാ സോറി പറയുന്നേ? സോറിയുടെ ആവശ്യമൊന്നുമില്ല. പിന്നെ ഇവിടെ ചിലര് ഞങ്ങളെ പ്രേതങ്ങൾ വരെ ആക്കിയിട്ടുണ്ട്. ആളിതുവരെ അതിന്റെ പേരിൽ സോറിയും കൂടി പറഞ്ഞിട്ടില്ല. പിന്നെ എന്തായാലും അത്രയൊന്നും ഇല്ലല്ലോ. പിന്നെ ജിയ, ഞങ്ങളെ എങ്ങനെ തിരിച്ചറിയുന്നോർത്ത് ജിയ എന്തായാലും ടെൻഷൻ അടിക്കണ്ട. കാരണം ഞങ്ങളെപ്പോഴും ഇങ്ങനെ ഒരുപോലെ ഡ്രസ്സ് ചെയ്തിട്ട് ഞങ്ങൾ പുറത്തു പോകാറില്ല. ഇന്നെന്താ സംഭവിച്ചെന്ന് വെച്ചാല് അറിയാതെ അങ്ങ് ഇട്ടുപോയതാ. പിന്നെ ലേറ്റ് ആയതുകൊണ്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനൊന്നുമില്ല, നേരെ ഇങ്ങ് പോകുന്നു. അതാ ഉണ്ടായത്. പിന്നെ ജിയ, ഞങ്ങളെ പുറത്തു നിന്ന് കാണുന്നവർക്ക് ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെയാണ്. അവർക്കൊക്കെ ഞങ്ങളെ തിരിച്ചറിയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ചിലപ്പോ ഞാൻ ജോയ് ആണെന്ന് കരുതി എന്നോട് സംസാരിക്കാൻ പലരും വരാറുണ്ട്. ചിലപ്പോഴൊക്കെ ജോയിനെ കണ്ടിട്ട് ഞാനാണെന്ന് കരുതി പലരും സംസാരിക്കാറുണ്ട്. അങ്ങനെ ചിലർക്കൊക്കെ ചില അബദ്ധങ്ങളും പറ്റാറുണ്ട്. അതൊക്കെ സ്വാഭാവികം, ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഒറ്റ നോട്ടത്തിൽ ഞങ്ങളെ തിരിച്ചറിയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെ തന്നെ കാണാം. ഇപ്പൊ തന്നെ ജിയക്ക് മനസ്സിലായല്ലോ ഞാൻ ജോയ് അല്ല വീയാണെന്ന്. ഇതാണ് ജോ. പിന്നെ ജിയ ടെൻഷനൊന്നും അടിക്കണ്ട. കുറച്ചു കാലം ജോയ് ആയിട്ട് കോളും കോണ്ടാക്റ്റും ഒക്കെ ആയി നടന്നു കഴിഞ്ഞാൽ ജിയക്ക് തന്നെ മനസ്സിലാവും ഇതിലേതാ ജോ, ഇതിലേതാ വീന്ന്. അതുകൊണ്ട് ടെൻഷനൊന്നും വേണ്ട. പിന്നെ ഇപ്പൊ ജിയക്ക് ഞങ്ങൾ അത്ര പരിചയമൊന്നുമില്ലല്ലോ. ഒന്ന് പരിചയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല. കണ്ടും കൂട്ടി ജിയക്ക് പറയാൻ പറ്റും ഇതിലേതാ ജോ എന്ന്. ആ മതി മതി, അതെല്ലാരും വിട്. ഇനിയിപ്പോ എൻഗേജ്മെന്റിന് ആകെ 2-3 ഡേയ്സ് മാത്രമേ ബാക്കിയുള്ളൂ. അതിനുള്ളിൽ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ അറേഞ്ച് ചെയ്യണം. എന്തായാലും നമുക്ക് ഇപ്പൊ തന്നെ വേഗം പോയി ഷോപ്പിംഗ് ചെയ്യാം. ഡ്രസ്സ് ഷോപ്പ് ചെയ്യാൻ പോയാൽ അയ്യോ എനിക്ക് ആലോചിച്ചുകൂടാ. ആ ഒരു ദിവസം ഫുള്ളെടുത്താലും ഇവരുടെ ഒന്നും പർച്ചേസിങ് കഴിയില്ല. അതുകൊണ്ട് ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യാതെ നമുക്ക് ആദ്യം ഡ്രസ്സ് പർച്ചേസ് ചെയ്യാൻ പോവാം. എല്ലാവരും പോയി റെഡിയായി വന്നേ.
ഇത് കൊള്ളൂല. ചേട്ടാ അതെടുത്തേ. ചേട്ടാ ഇത് അത് അതിനപ്പുറം ഈ കാണൂലേ? ആ ഇതൊന്നും കൊള്ളില്ല. വേറെ ചേട്ടാ വേറെ കാണിച്ചേ. ആ അത് പോരാ. ചേട്ടാ എന്താ ഇവിടെ ഇത്ര കളക്ഷൻസ് ഉള്ളൂ? ഇതൊന്നും എനിക്ക് ഇഷ്ടമായിട്ടില്ല. വേറെ നോക്കട്ടെ. വേറെ അധികം ഒരു എലഗന്റ് ലുക്ക് വരുന്ന ഒരു എന്താ പറയാ, ഒന്നുമില്ലെങ്കിൽ എന്റെ എൻഗേജ്മെന്റ് അല്ലേ, കുറച്ചൊരു സ്പെഷ്യൽ ആയിട്ട് നല്ല ഡ്രസ് എന്തെങ്കിലും കൊണ്ടുപോവാ. ഇതൊന്നും നല്ലതല്ല. ചേട്ടാ വേറെ എന്തെങ്കിലും എടുത്തതാ. ജോജായ നോക്ക്, ഇതിലിപ്പോ ഞാൻ ഏതാ എടുക്കുക? ആകെ കൂടി പ്രാന്ത് പിടിക്കുന്നു. ഒന്നും നല്ലതല്ലല്ലോ. എന്റെ ജിയ, താൻ എന്തിനിങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? എന്തിനാ ഇത്രയും കൺഫ്യൂസ്ഡ് ആവുന്നേ? ഇവിടെ വെച്ച എല്ലാ ഡ്രസ്സും ഒന്നും വെച്ച എല്ലാം തനിക്ക് ചേരും ചെയ്യും. നോക്ക്, ആ റെഡ് കളർ നോക്ക്, തനിക്ക് നല്ല ചേർച്ചയായിരിക്കും. എന്നാ പിന്നെ ആ റെഡ് എടുത്തോ. റെഡോ? അതൊരുമാതിരി കണ്ണു കുത്തുന്ന കളറാ ജോജായ, അതുകൊണ്ട് അത് വേണ്ട. ഓക്കെ, എന്നാ പിന്നെ റെഡ് വേണ്ട. ആ പിങ്ക് നോക്ക്, ജിക്ക് നന്നായി ചേരും. ഓ ആ പിങ്ക്, ഒരുമാതിരി പിങ്ക്. അത് രസമില്ല. എന്നാ പിന്നെ ആ ഗ്രീൻ ഒന്ന് നോക്കിക്കേ, നല്ല രസമുണ്ടല്ലോ, കളറും കൊള്ളാം. ഗ്രീൻ കളറൊക്കെയാണ്, പക്ഷെ അതിന്റെ ഡിസൈൻ കൊള്ളൂലേ. അതൊരു തല്ലിപ്പുഴ ഡിസൈനാ, അതുകൊണ്ട് അത് വേണ്ട. വേറെ എന്തെങ്കിലും പറ. എന്നാ പിന്നെ ആ ബ്ലൂ ഒന്ന് നോക്കിക്കേ, അതിനെന്താ കുഴപ്പം? അത് നല്ല കളറാ, ജിക്ക് നന്നായി ചേരും. എന്നാ പിന്നെ നമുക്ക് അത് തന്നെ എടുക്കാം. ബ്ലൂ? അത് ശരിയാവൂല. ആ ബ്ലൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാ അതങ്ങോട്ട് ആ ഡിസൈനും ആ കളറായിട്ട് ഒരു മാച്ചും ഇല്ലെന്നേ. അതുകൊണ്ട് അത് വേണ്ട ജോജായ. നോക്ക്, ഒന്നുമില്ലെങ്കിലും നമ്മുടെ എൻഗേജ്മെന്റ് ഡ്രസ് അല്ലേ, ആ ഡ്രസ് സംതിങ് സ്പെഷ്യൽ ആവണ്ടേ. എനിക്കിവിടെ അങ്ങനെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഡ്രസ്സും കിട്ടിയില്ല. ഇവിടുത്തെ ഒരു ഡ്രസ്സും എനിക്ക് ഇഷ്ടമായിട്ടുമില്ല. അവരുടെ ഗോഡൌണിൽ കുറച്ച് ഡ്രസ്സസ് ഉണ്ടെന്നാ പറഞ്ഞേ. എന്തായാലും ഇനി അതും കൂടി വരട്ടെ, എന്നിട്ട് ഫൈനലൈസ് ചെയ്യാം. എന്റെ ജോ, നീ തീർന്നടാ, തീർന്ന്. എന്തായാലും ഫ്രീ ആയിട്ട് നിനക്കൊരു അഡ്വൈസ് ഞാൻ തരാം. നമ്മൾ കൊറിയയിലേക്ക് തിരിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ കല്യാണത്തിന് മുന്നേ തന്നെ നീ ഒരു ഷോപ്പിംഗ് മാള് അങ്ങ് വാങ്ങി വെച്ചോ, നിനക്ക് ആവശ്യം വരും. കാരണം വേറൊന്നല്ല, നീ ഒന്ന് അങ്ങോട്ട് നോക്കിക്കേ, ഈ കടയിലുള്ള പകുതി മുക്കാലും ലഹങ്കയാണ് ആ ടേബിളിൽ കിടക്കണേ. എല്ലാം വലിച്ചു വാരിയിട്ടിട്ടും ഒന്ന് പോലും ജിയക്ക് ഇഷ്ടമായിട്ടില്ല. നീ പോക്ക് പോവുകയാണെങ്കിൽ, കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങൾ ഡ്രസ്സ് എടുക്കാൻ പോവുകയാണെങ്കിൽ നിന്റെ ഒരു അവസ്ഥ വളരെയധികം പരിതാപകരമാണ് മോനെ. എന്തായാലും ജിയക്ക് മിനിമം ഒരു ഫുൾ ഡേ തന്നെ വേണ്ടി വരും ഡ്രസ്സൊക്കെ ഷോപ്പ് ചെയ്യണമെങ്കിൽ. അങ്ങനെയാണെങ്കിൽ സ്വന്തമായിട്ട് നീ ഒന്ന് തുടങ്ങുകയാണെങ്കിൽ ഒന്നില്ലെങ്കിലും നിനക്ക് അവിടെ കിടന്ന് ഉറങ്ങെങ്കിലും ചെയ്യാലോ. ഓടത്തേണ്ടി ശാപത്ത് കുത്താതെ. ഷോ ദാണ്ട വിളിക്ക് നിച്ചായാന്ന്. ചെല്ല് നിന്റെ വീതി. എന്തായാലും മോൻ ഇവിടെ നിന്ന് പറഞ്ഞണ്ട, പൊക്കോ. ഓ എന്താ ചെയ്യാ, ഇച്ചായും വരുവാ. ഹായ് കുക്കീസേ, നോക്ക്, നല്ല ഡ്രസ്സ്, എനിക്കിത് ഇഷ്ടമായി. ഞാൻ ഇതൊന്ന് പോയി ട്രൈ ചെയ്തിട്ട് വരട്ടോ. എന്തായാലും നമുക്ക് കൊറിയയിലൊക്കെ പോകുമ്പോൾ നല്ല മോഡേൺ ഡ്രസ്സൊക്കെ വേണമല്ലോ. അവിടെ എല്ലാവരും മോഡേണൊക്കെ അല്ലേ, അപ്പോൾ ഇവിടുത്തെ മാതിരി പഴഞ്ചനൊക്കെ ആയിട്ട് നടക്കുന്നത് ശരിയല്ലല്ലോ. അത് നമ്മുടെ സ്റ്റാൻഡേർഡിനെ ബാധിക്കും. അതുകൊണ്ട് ഞാൻ ഈ ഡ്രസ്സ് ഒന്ന് ട്രൈ ചെയ്ത് വരെ, എന്നിട്ട് നീ കണ്ടിട്ട് നീ അഭിപ്രായം പറയണം എങ്ങനെയുണ്ട് എന്നുള്ളത്. ഞാൻ എന്തായാലും ട്രൈ ചെയ്ത് വരാം. നീ അങ്ങോട്ട് പോവല്ലേ, ഇവിടെ തന്നെ നിൽക്ക്, ഞാൻ വേഗം വരാം. വീച്ചായ, ഞാൻ ഈ ഡ്രസ്സ് ഒന്ന് ട്രൈ ചെയ്ത് വരാം. അതുവരെ വീച്ചാൻ ഇവിടെ തന്നെ ഒന്ന് നിൽക്കണേ, കാരണം എല്ലാവരും അങ്ങോട്ട് പോയതല്ലേ. പിന്നെ നീയേച്ചി ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പോയതാ. ഇനി നീയേച്ചി വരുമ്പോൾ ഇവിടെ ആരും കണ്ടില്ലെങ്കിൽ അത് ശരിയാവില്ല. അതുകൊണ്ടാണ് വീച്ചാൻ ഇവിടെ തന്നെ നിൽക്കണേ, ഞാൻ വേഗം വരാം. ആ ഓക്കെ കുക്കി, നീ പോയിക്കോ, ഞാൻ ഇവിടെ ഉണ്ടാവും. കുക്കീസേ, ആരാ നോക്ക്, നിന്റെ നീയേച്ചി എങ്ങനെയുണ്ടെന്ന് പറ. ഇവളിതോടെ കുക്കീസേ. ശോ, ഈ പെണ്ണിനോട് ഞാൻ ഇവിടെ നിൽക്കാൻ പറഞ്ഞല്ലേ, ഇവിടുത്തെ ഇവിടെ ഈ കൊറിയൻ പ്രേതം എന്താ എന്നെ എങ്ങനെ നോക്കണേ? ആദ്യമായിട്ട് കാണാനോ?
ഇതെന്താ കണ്ണും വിളിച്ച് ഇങ്ങനെ നോക്കണേ? നോക്കി ദഹിപ്പിക്കോ? ഇയാൾക്കിതെന്താ? ഭർത്താവേ, ഈ പെണ്ണിത് എന്ത് ഭാവിച്ച? എന്ത് കോലാത്? ഇതെന്ത് ഡ്രസ്സാത്? ഓ, ഇതൊക്കെ പോട്ടെ. ഈ ചുറ്റും നിൽക്കുന്ന ഈ ആണുങ്ങളുടെ ഫുള്ള് എന്താ പെണ്ണിനെ കാണാത്ത മാതിരി അവളെ നോക്കി ദയിപ്പിക്കുകയാണല്ലോ. ആ വണ്ടിക്കാണെങ്കിൽ അതൊന്നും മനസ്സിലായിട്ടില്ല. ഇനിയും ഇങ്ങനെ നോക്കി നിന്നിട്ട് കാര്യമില്ല, അവളോട് പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പറയണം. എനിക്കൊരു കാര്യം പറയാനുണ്ട്, നീ ഇങ്ങോട്ട് വന്നേ. ഓ പിന്നെ തനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇതാ അങ്ങോട്ട് മാറി നിന്ന് ഒറ്റയ്ക്ക് അങ്ങ് പറഞ്ഞു. എനിക്കൊന്നും കേൾക്കണ്ട, തനിക്കും അറിയാളെ. ആഹാ, നല്ലപോലെ വിളിച്ചപ്പോ അവക്ക് അഹങ്കാരം. ഇങ്ങോട്ട് വാ അവിടുന്ന്. താനിതെന്താ കാണിക്കുന്ന? എന്റെ കൈ വിട്ട് വിടടോ അങ്ങോട്ട്. നീയ, നീ ഇത് എന്ത് ഭാവിച്ച? എന്ത് കോലത്? ഇതൊക്കെ ഒരു ഡ്രസ്സാണോ? നിനക്കെന്താ കോമൺ സെൻസ് അല്ലേ? ചുറ്റുള്ളവരും നിന്നെ എങ്ങനെ നോക്കുന്ന അറിയോ? നീ വേഗം പോയി ഈ ഡ്രസ്സ് ചേഞ്ച് ചെയ്തു വാ. ഓഹോ, അപ്പൊ അത് പറയാനാ താൻ എന്നെ ഇങ്ങോട്ട് വലിച്ചോണ്ട് വന്നതല്ലേ? എന്നാ കേട്ടോ, എനിക്ക് സൗകര്യമില്ല. ഞാൻ എന്തായാലും ഈ ഡ്രസ്സ് മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല, പ്രത്യേകിച്ച് താൻ പറഞ്ഞോണ്ട്. ഞാൻ എന്ത് ഡ്രസ്സ് ഇടണം എന്നുള്ളത് എൻ്റെ ഇഷ്ടം. ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതിടും. അതൊക്കെ ചോദിക്കാൻ താനാരാ? താൻ എൻ്റെ ഹസ്ബൻഡാണോ? അതുമല്ലെങ്കിൽ എൻ്റെ ബോയ് ഫ്രണ്ടാണോ? അതുമല്ലെങ്കിൽ എൻ്റെ ബ്രദറാണോ? അറ്റ്ലീസ്റ്റ് എൻ്റെ ഫ്രണ്ടെങ്കിലാണോ? ഒന്നുമല്ലല്ലോ. പിന്നെ എന്തിനാ താൻ പറയുന്നത്? ഞാൻ കേൾക്കണം. സോ താൻ അങ്ങോട്ട് മാറി നിൽക്കുക. ഓക്കെ? ഞാൻ നിന്റെ ആര് വേണമെങ്കിലും ആയിക്കോട്ടെ, ഇപ്പൊ അതല്ല വിഷയം. ഞാൻ പറയുന്നത് നീ മനസ്സിലാക്ക്. ഇപ്പൊ നീ ഈ ഡ്രസ്സ് ഒന്ന് ചേഞ്ച് ചെയ്ത് വാ. താനിനി എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഈ ഡ്രസ്സ് മാറ്റാൻ പോകുന്നില്ല. ഇവളോടൊന്നും നല്ല പോലെ സംസാരിച്ചിട്ട് ഒച്ച കാര്യമില്ല. എടോ, താനിത് എന്ത്? എന്ത് പറ്റിനില്ല? ഞാനൊന്ന് അടുത്ത് വന്നപ്പോഴേക്കും നിന്റെ നാക്കിന്റെ നീളം അങ്ങ് കുറഞ്ഞു പോയോ? അല്ല, നിന്റെ ശബ്ദമൊന്നും പുറത്തേക്ക് വരുന്നില്ല, അതുകൊണ്ട് ചോദിച്ചതാ. നിന്നോട് നല്ല ഭാഷയിൽ തന്നെ ഞാൻ പറഞ്ഞത് ഡ്രസ്സ് പോയി ചേഞ്ച് ചെയ്യാൻ. പക്ഷെ നിനക്കായിരുന്നു വാശി ചെയ്യില്ലെന്ന്. പിന്നെ എന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എന്ത് പറ്റിനില്ല? നീ ആകെ അങ്ങ് വേർത്തല്ലോ. ഇങ്ങനെ വേർക്കാൻ മാത്രം ഞാൻ നിന്നെ ഒന്നും ചെയ്തില്ലല്ലോ. ജസ്റ്റ് നിന്റെ അടുത്തൊന്ന് നിന്നല്ലേ ഉള്ളൂ. നിന്റെ കണ്ണിലേക്ക് ഞാനൊന്ന് നോക്കിയപ്പോ തന്നെ നീ ആകെ വളരെ വെളുത്തു പോയല്ലോ. താനിതെന്ത് ഭാവിച്ച? ഇതൊരു പബ്ലിക് പ്ലേസാ. ആരെയും കണ്ട എന്താ വിചാരിക്ക? പ്ലീസ്, ഇത് നിങ്ങളുടെ കൊറിയല്ല, കേരളം. ഇവിടെ ഇങ്ങനെയൊക്കെ നിൽക്കുന്നത് കണ്ട ആൾക്കാർ പലതും പറയും. പ്ലീസ്, ഒരു സീൻ ക്രിയേറ്റ് ചെയ്യാതെ താനൊന്ന് എൻ്റെ അടുത്തൊന്ന് മാറ് പ്ലീസ്. ആൾക്കാർ ശ്രദ്ധിക്കുന്നു. അതെ, ഇതൊരു പബ്ലിക് പ്ലേസ് ആണെന്നുള്ള എല്ലാ ബോധവും എനിക്കുണ്ട്. പിന്നെ ആരും കണ്ടാലും എനിക്കൊരു ചുക്കുമില്ല, എനിക്കാരെയും പേടിയില്ല. അതുകൊണ്ട് തന്നെ നിനക്കായിരിക്കും ചിലപ്പോൾ ആരും കണ്ടാലോ എന്നുള്ള പേടിയുള്ളത്. എനിക്കാകെ ഒരേ ഒരു കണ്ടീഷനേ ഉള്ളൂ. ഈ ഡ്രസ്സ് നീ എത്രയും പെട്ടെന്ന് ചേഞ്ച് ചെയ്തേ പറ്റൂ. ഇനി ചെയ്യില്ല എന്ന് നിനക്ക് വാശിയാണെങ്കിൽ ഈ പബ്ലിക് പ്ലേസിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഞാൻ നിനക്ക് ചെയ്യും. കാരണം നിനക്ക് ഓൾറെഡി ആക്സിഡന്റലി ആണെങ്കിലും ഒരു കേസ് അവിടെ നടന്നു കഴിഞ്ഞതാ. അത് അറിയാതെ ഞാൻ ചെയ്തതാ. അറിഞ്ഞുകൊണ്ട് ഞാനൊരു കിസ് തന്നാലോ? എന്താ വേണോ? വേണമെങ്കിൽ പറ, ഞാൻ റെഡിയാ. ഇപ്പൊ തന്നെ തന്നേക്കാം. 1, 2, 3,
അതിൽ കൂടുതലോ തരാം. എന്താ നീ റെഡിയല്ലേ? എന്ത് കിസ്സോ? വേണ്ട, ഞാൻ 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 ഇപ്പൊ തന്നെ ഡ്രസ്സ് മാറ്റിക്കോളാം. പ്ലീസ് താനൊന്ന് മാറി തന്നാ മതി. കിസ്സൊന്നും വേണ്ട, ഒന്നും വേണ്ട. ഞാൻ ഇപ്പൊ തന്നെ പോയി ഡ്രസ്സ് മാറിക്കോളാം. താനൊന്ന് മാറി താൻ മാറിയാലല്ലേ എനിക്ക് ട്രയൽ റൂമിലേക്ക് പോകാൻ പറ്റുള്ളൂ. വേഗം ഞാനിപ്പൊ തന്നെ ചേഞ്ച് ചെയ്യാം. സമാധാനായി. അവള് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ സമ്മതിച്ചതിന്റെ വലിയ കാര്യം. അവളെങ്ങാനും സമ്മതിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ കയറി കിസ് ചെയ്യേണ്ടി വന്നേനെ. ഒരാവേശത്തിന് അപ്പുറത്തെ ഒരു ഇതിന് പറഞ്ഞതാ. അല്ലാതെ ഞാൻ ഈ പബ്ലിക് പ്ലേസിൽ അവളെങ്ങാനും കിസ് ചെയ്യുന്നത് മമ്മ എങ്ങാനും കണ്ടു വന്ന എനിക്കൊരു പെട്ടി തയ്യാറാക്കേണ്ടി വരും. അത്രേ നടക്കുള്ളൂ. മമ്മി എന്നെ കുഴിച്ചു മൂടും. കർത്താവെ, രക്ഷപ്പെട്ടു. എന്നാലും എന്തായിരുന്നു പാട് നടന്നത്? പണ്ടാരടങ്ങ് അയാളെടുത്ത് വന്നു നിന്നപ്പോ തന്നെ മനുഷ്യന്റെ കയ്യും കാലം വിറയ്ക്കാൻ തുടങ്ങി. പോരാത്തതിന് വേർത്ത് ഒലിച്ച് കുളിച്ച് ഞാൻ. അതും പോരാഞ്ഞിട്ട് സൗണ്ട് വരുന്നില്ല. പണ്ടാരം ചമ്മി നാറി. ഭാഗ്യത്തിന് ആരും കാണാതെ നന്നായി. ഇനി അതും കണ്ടോണ്ട് ആരും വന്നിരുന്നെങ്കിൽ തീരുമാനായി. എന്തായാലും ഈ ഡ്രസ്സ് ഞാൻ മാറ്റാം. ഹലോ എവ്രിവൺ, ഇന്നിവിടെ ഈ ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ വന്നിട്ടുള്ള എല്ലാവർക്കും, ഫാമിലി, ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, അങ്ങനെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇനി എല്ലാവരും ഒന്ന് കൈയടിച്ചേ. സോ ഇന്നത്തെ ഈ ഒരു ഫംഗ്ഷനെ പറ്റിയിട്ട് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇന്ന് എൻ്റെയും എൻ്റെ ഫാമിലിനെയും സംബന്ധിച്ച് ഞങ്ങൾക്ക് ഇന്നൊരു ബിഗ് ഡേ ആണ്. ഞങ്ങൾ അത്രയും ഹാപ്പിയായി നിൽക്കുന്ന ഒരു ഡേ ആണ്. ബിക്കോസ് എൻ്റെ സ്വന്തം ചേച്ചി, എൻ്റെ ചേച്ചിയുടെ എൻഗേജ്മെൻറ്റ് സെറിമണിയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, ബ്രൈഡും ഗ്രൂമും എത്തുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് ഈ നിൽക്കുന്ന രണ്ട് ഫാമിലീസിനെയും ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് പരിചയപ്പെടുത്താം. സോ ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയും രണ്ടുപേരുടെയും പാരൻസിനെ ഞാൻ ഈ സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. സോ ഓൾ ഓഫ് യു, വെൽക്കം ടു ദ സ്റ്റേജ്. വേഗം വാ, പപ്പ, മമ്മി, അങ്കിൾ, ആൻറ്റി, വിചായ, നിയേച്ചി, കമോൺ, വേഗം.
First of all, I would like to introduce our groom's dad, നമ്മുടെ സ്വന്തം ചോച്ചായന്റെ പപ്പ, മിസ്റ്റർ പാക് മിൻ ജിയോൺ. Uncle, please come forward. So, അങ്കിൾ ആളൊരു കൊറിയനാണ്. പക്ഷെ ഇപ്പോൾ നമ്മൾ മലയാളീസിനേക്കാൾ നന്നായി അങ്കിൾ ഇപ്പം മലയാളം സംസാരിക്കും. സോ അങ്കിളുടെ മോൻ്റെ എൻഗേജ്മെൻ്റ് അല്ലേ? സോ ഒരു 2 വാക്ക് അങ്കിളുടെ വക. എൻ്റെ മകൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡേ അത്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര സന്തോഷത്തിലാണ്. പിന്നെ കുക്കിമോട് പറഞ്ഞ പോലെ ഞാൻ കൊറിയനാണ്, പക്ഷെ എൻ്റെ വൈഫ് പക്ക മലയാളിയാണ്. അതുകൊണ്ട് തന്നെ മലയാളം നന്നായിട്ട് എനിക്ക് സംസാരിക്കാൻ പറ്റും. പിന്നെ എഴുതുന്നതിലും വായിക്കുന്നതിലും ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടാവും, എന്നാലും പറ്റുന്ന പോലെ കുറച്ചൊക്കെ വായിക്കാനും എഴുതാനൊക്കെ അറിയാം, പറയാനും അറിയാം. എന്തായാലും ഐ എം സോ ഹാപ്പി. Okay, thank you uncle, thank you so much. So next I will introduce our groom's mother, നമ്മുടെ സ്വന്തം സന്തു മമ്മി ആയിട്ടുള്ള മിസ്സസ് പാർക്ക് ആൻഡ് മരിയ. ആൻറ്റി കം. ഇനി ആൻറ്റിയുടെ വക 2 വാക്ക്. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. കാരണം ജിയനാണെങ്കിലും നീയാണെങ്കിലും കൂക്കിയാണെങ്കിലും എനിക്ക് ഇവർ 3 പേരും ഒരുപോലെ. ശരിക്കും പറഞ്ഞാൽ ഇത്രയും നല്ല കുട്ടികളെ കിട്ടുമെന്ന് പറഞ്ഞാൽ അത് ഭാഗ്യം ചെയ്യണം. കാരണം ഒരാളും മോശം പറയാത്ത 3 പെൺകുട്ടികളവര്. അതിലൊരാളെ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ എൻഗേജ്മെന്റ് എന്നെ സംബന്ധിച്ച് വളരെയധികം ഹാപ്പി ആയിട്ടുള്ള ഒന്നാണ്. അതുമാത്രല്ല, എന്റെ ജോക്ക് നന്നായി ചേരുന്ന ഒരാൾ തന്നെ ചെയ്യാ. അവനെ മനസ്സിലാക്കാനും അവനെ കെയർ ചെയ്യാനും അവന്റെ കൂടെ നിൽക്കാനും പറ്റിയ ഒരാൾ തന്നെ ചെയ്യാ. അതുകൊണ്ട് തന്നെ ഇതിൽ കൂടുതൽ എനിക്ക് വേറെ ഒന്നും വേണ്ട. എന്റെ മോനെ മനസ്സിലാക്കാനും എന്റെ മോന്റെ കൂടെ നിൽക്കാനുള്ള ഒരാളെ എനിക്ക് വേണ്ടേ. അതുപോലെ തന്നെയാണ് ജിയ. അതുകൊണ്ട് ഐ എം സോ ഹാപ്പി. ഓക്കെ, താങ്ക് യു സോ മച്ച് മറിയ ആൻറ്റി. ദെൻ ഫൈനലി ഐ വുഡ് ലൈക്ക് ടു ഇൻട്രൊഡ്യൂസ് നമ്മുടെ ജോച്ചായൻ്റെ ട്വിൻ ബ്രദർ ആയിട്ടുള്ള മിസ്റ്റർ പാക് വിഹാൻ. വിചായ, വാ, വിചായൻ്റെ സ്വന്തം ബ്രദറിൻ്റെ എൻഗേജ്മെൻ്റ് ആണ് ഇവിടെ നടക്കാൻ പോകുന്നത്. സോ വിചായ പറയൂ, മനസ്സ് തുറന്ന് പറയൂ, എന്താണ് നിങ്ങൾക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്? ഞാനിപ്പോൾ എന്താ പറയാ, എന്ത് തന്നെയായാലും ഞാൻ ഒത്തിരി ഹാപ്പിയാണ്. കാരണം എൻ്റെ ജോ ആഗ്രഹിച്ച പോലത്തെ ഒരു പെൺകുട്ടി തന്നെയാണ് ജിയ. സോ അവരുടെ എൻഗേജ്മെന്റ് അതിനു വേണ്ടി വെയിറ്റിംഗ് ആണ് ഞാൻ. എന്തായാലും ആ ഒരു മൊമെന്റ് അത് കാണാൻ വേണ്ടി അത്രയും എക്സൈറ്റഡ് ആണ് ഞാൻ. എന്തായാലും ഒത്തിരി ഹാപ്പിയാണ്. പിന്നെ ആകെ ഒരു സങ്കടം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരു ബ്രദറും കൂടി ഉണ്ട്. അവന് ഈ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. സോ അതിൻ്റെ ചെറിയൊരു വിഷമമുണ്ട്. ബട്ട് എൻ്റെ ജോനെ സംബന്ധിച്ച് ഇതൊരു ബിഗ് ഡേ ആണ്. സോ അതുകൊണ്ട് തന്നെ അവൻ്റെ ഈ ഒരു ബിഗ് ഡേ അറ്റൻഡ് ചെയ്യുന്നതിൽ ഞാൻ ഒത്തിരി എക്സൈറ്റഡ് ആണ്. ഓക്കെ, അങ്ങനെ വീച്ചായന് പറയാനുള്ളത് വീച്ചായൻ പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ ഇവർക്ക് ഒരു ബ്രദറും കൂടി ഉണ്ട്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അദ്ദേഹത്തിന് ഈ ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. സോ നമുക്കിനി അദ്ദേഹത്തെ വെഡ്ഡിങ്ങിന് കാണാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു ഇത്. കാരണം ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. ഓക്കെ, അടുത്തതായിട്ട് ഇനി നമുക്ക് ബ്രൈഡിൻ്റെ പാരൻസിനെ പരിചയപ്പെടാം. ഇതാണ് ഞങ്ങളുടെ സ്വന്തം പപ്പ, മിസ്റ്റർ ജാക്സൺ ജോൺ. പപ്പ, എന്തെങ്കിലും 2 വാക്ക് പറയുന്നേ. ഒന്നില്ലെങ്കിലും മൂത്തമ്മളുടെ എൻഗേജ്മെന്റ് അല്ലേ? ഇവരെല്ലാരും പറഞ്ഞതൊക്കെ തന്നെ എനിക്കും പറയാനുള്ളൂ. എൻ്റെ പൊന്നുമോളുടെ എൻഗേജ്മെന്റ് അല്ലേ, അതുകൊണ്ട് തന്നെ ആ ഒരു സന്തോഷം എനിക്ക് നന്നായിട്ടുണ്ട്. പിന്നെ എൻ്റെ മോള് കയറി ചെല്ലാൻ പോകുന്ന വീട്, അത്രയും നല്ല ആൾക്കാരാണ്, അത്രയും നല്ല ഫാമിലിയിലേക്ക് അവൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു കാര്യത്തിൽ ഒരു ടെൻഷനും ഇല്ല. എൻ്റെ മോൾ അത്രയും സേഫ് ആയിട്ടുള്ള കൈകളിലാണ് ഞാൻ പിടിച്ച് ഏൽപ്പിക്കാൻ പോകുന്നത്. ജോ ആണെങ്കിലും എനിക്ക് ഒരു മരുമകനല്ല, എൻ്റെ മകന് തുല്യം. അതുകൊണ്ട് തന്നെ എൻ്റെ മകൾ അവൻ്റെ കയ്യിൽ സുരക്ഷിതയായിരിക്കുമെന്ന് എനിക്കറിയാം. ദൈവത്തിനോട് എനിക്ക് ഒരേ ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ, അവരെ 2 പേരെയും ജീവിതകാലം മുഴുവനും ഒരുമിച്ച് തന്നെ ഉണ്ടാവണേ എന്ന്. അടുത്തതായി
അടുത്തതായി ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ഞങ്ങളുടെ സ്വന്തം മമ്മി മിസ്സസ് ടെസ ജോൺ. സോ മമ്മി, ഇനി മമ്മിയുടെ വക 2 വാക്ക് പോരട്ടെ. ഇച്ചായം പറഞ്ഞതുപോലൊക്കെ തന്നെ എനിക്കും പറയാനുള്ളൂ. എന്തായാലും എന്റെ മോള് സന്തോഷമായിട്ടിരിക്കണം. എനിക്ക് അത് മാത്രമേ ഉള്ളൂ. ആ ഒരു കാര്യത്തിൽ എനിക്ക് ഒരു ടെൻഷനും ഇല്ല. കാരണം അവൾ എന്റെ മോളെ പൊന്നുപോലെ നോക്കും, അതെനിക്കറിയാം. ഒരു പക്ഷേ ഞാൻ എന്റെ മോളെ എങ്ങനെയാണ് നോക്കിയത് അതിനേക്കാൾ നന്നായി ചിലപ്പോ ആൻ അവളെ നോക്കും, അതെനിക്ക് ഉറപ്പാ. അവൾക്ക് ഒരു മമ്മിയുടെ കുറവ് ഒരിക്കലും തോന്നാൻ അവളെ ഇടവരുത്തില്ല, അതെനിക്കറിയാം. എന്തായാലും ഞാൻ ഒത്തിരി സന്തോഷത്തിലാണ്. അടുത്തതായി ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് എൻ്റെ ചേച്ചി, അതായത് ബ്രൈഡിന്റെ സെക്കൻഡ് സിസ്റ്റർ യുവാനിയ ജോൺ. നിയേച്ചി, ഇനി നിയേച്ചി പറ, നിയേച്ചിക്ക് എന്താ തോന്നുന്നേ? ഞാൻ ഒത്തിരി 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 ഹാപ്പിയാണ്. കാരണം എൻ്റെ സ്വന്തം ചേച്ചിന്റെ എൻഗേജ്മെന്റ് നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു എന്താ പറയാ, അത്രയും സ്പെഷ്യൽ ആൻഡ് ഹാപ്പിയസ്റ്റ് മൊമെന്റ് ആണ്. അതുകൊണ്ട് തന്നെ എൻ്റെ സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. അത്രയും ഞാൻ എക്സൈറ്റഡ് ആണ്. അടുത്തതായി ഞാൻ നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ബ്രൈഡിന്റെ സ്വന്തം കുഞ്ഞനിയത്തി മിസ് ജിയോണ ജോൺ. വേറെ ആരുമല്ല, ഈ ഞാൻ തന്നെ. ഈ എന്നെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് എനിക്കറിയാം. കാരണം ഞാൻ ഫേമസ് അല്ലേ, എന്നെ എല്ലാവർക്കും അറിയാം. എന്നാലും ഞാനൊന്ന് പരിചയപ്പെടുത്തിയതേ ഉള്ളൂ. പിന്നെ എൻ്റെ വക 2 വാക്ക് അങ്ങ് പറഞ്ഞേക്കാല്ലേ. എന്തായാലും ഞാൻ ഒത്തിരി ഹാപ്പിയാണ്. കാരണം എൻ്റെ ചേച്ചീൻ്റെ എൻഗേജ്മെൻ്റ് ആണ്. അതുമാത്രമല്ല, എൻ്റെ ചേച്ചീൻ്റെ കല്യാണം കഴിക്കാൻ പോകുന്ന ആള് സോ നൈസ്. ഇതുപോലൊരാളെ ബ്രദർ ഇൻ ലോ ആയി കിട്ടാൻ ഞങ്ങൾ ഭാഗ്യം ചെയ്യണം. കാരണം പരിചയപ്പെട്ടിട്ട് കുറച്ചേ ആയിട്ടുള്ളെങ്കിലും ഒരുപാട് വർഷത്തെ പരിചയമുള്ള പോലെ എനിക്ക് ചോദിച്ചതിന് തോന്നുന്നത് എൻ്റെ നല്ലൊരു ബ്രദർ. എന്താ പറയാ, എനിക്ക് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല ഗൈസ്. എന്തായാലും ഞാനധികം പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. സോ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയാണ്. നല്ല പെർഫെക്റ്റ് കപ്പിൾ എന്ന് വേണമെങ്കിൽ പറയാം എൻ്റെ ചേച്ചിയും ചേട്ടനും. അതുകൊണ്ട് തന്നെ നമുക്ക് അധികം ലാഗ് അടിപ്പിക്കാതെ തന്നെ നമ്മുടെ ബ്രൈഡിനും ഗ്രൂമിനും ഈ ഒരു സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്താലോ? സോ ലെറ്റ്സ് വെൽക്കം മിസ്റ്റർ പാർക്ക് ജോഹാൻ ആൻഡ് മിസ് ജിയാന ജോൺ. കൺഗ്രാറ്റുലേഷൻസ് ബോത്ത് ഓഫ് യു. അങ്ങനെ റിംഗ് എക്സ്ചേഞ്ചും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് ഈ ഒരു ബ്യൂട്ടിഫുൾ കപ്പിളിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റൊമാൻറ്റിക് ഡാൻസ് കണ്ടാലോ? എനിക്കറിയാം നിങ്ങളെല്ലാവർക്കും ആ ഒരു ആഗ്രഹം ഉണ്ടെന്ന്. കാരണം ഇത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള കപ്പിളിൻ്റെ ഒരു ഡാൻസ് ഇല്ലെങ്കിൽ ഈ ഫംഗ്ഷൻ എങ്ങനെ കളറാവാനാ അല്ലേ? സോ ജോജായ, ജിയേച്ചി, നിങ്ങളുടെ വക ഒരു റൊമാൻറ്റിക് കപ്പിൾ ഡാൻസ് തന്നെ ആയിക്കോട്ടെ. എല്ലാവരും വരും, നമുക്ക് ഈ സ്റ്റേജ് ഒന്ന് കാലിയാക്കി കൊടുക്കാം. എന്നിട്ട് അവരായി അവരുടെ പാടായി. സോ നമുക്ക് എല്ലാവർക്കും അവിടെ സ്റ്റേജിൻ്റെ താഴെ നിന്നിട്ട് ഇവരുടെ ഡാൻസ് ഒന്ന് കണ്ട് എൻജോയ് ചെയ്യാം. നിങ്ങൾ 2 പേരും ഒന്ന് റൊമാൻറ്റിക് ആയിട്ട് സൂപ്പർ ആയിട്ടുള്ള ഒരു ഡാൻസ് ഒന്ന് കളിച്ചോളൂ. ചേട്ടന്മാരെ, ആ സോങ്സ് ഒന്നിട്ട് കൊടുത്തേ. നല്ല റൊമാൻറ്റിക് ആയിട്ടുള്ള സോങ് തന്നെ ആയിക്കോട്ടെ.
നിഴൽ കൂടെ അഴകിനകലെ ഒരു നാളും കുറയാതോ പുതുബോധை കണ്ണോരം തന്നായേ അനത്താലും അനയാതാ ഒരു തീയായി നെഞ്ചോരം വന്നായേ അടിയിടം വലമായി நான் ஆடினேன் பெண்ணே अंगड़ाई लेती हूँ मैं जब जोर जोर से अंगड़ाई लेती हूँ मैं जब जोर जोर से हूँ आह की आवाज है आती हर ओर से मैं तो चलूँ इस कदर ये मचता है गदर होश वाले भी मदहोश आए रे नजर मेरे फोटो को सीने से यार चिपका ले सैया फेविकॉल से मेरे फोटो को सीने से यार चिपका ले सैया फेविकॉल से मैं तो कब से हूँ रेडी तैयार पटाने सैया मिस कॉल से मेरे फोटो को सीने से यार चिपका ले सैया फेविकॉल से प्यार कर ले तू आज अंगूर के डोर पर से प्यार कर ले तू आज अंगूर के डोर पर से नसीब भूल जाएगा तू एक क्वार्टर से इन वाले तू किसी ने का बना आएगा ये बता रोज चढ़ जाए सिर्फ वाटर से आजा मेरे राजा तुझे जन्नत दिखाऊंगा बर्फीले वारी में फायर लगाऊंगा सारे इंडिया को तूने गुलाम किया रे मैं तो तंदूरी मुर्गी हूँ यार कट काले सैया एल्कोहल से मेरे फोटो को सीने से यार चिपका ले सैया फेविकॉल से मैं तो कब से हूँ रेडी तैयार पटाने सैया मिस कॉल से मेरे फोटो को सीने से यार चिपका ले सैया फेविकॉल से हूँ मैं जब जोर जोर से हूँ आह की आवाज है आती हर ओर से मैं तो चलूँ इस कदर ये मचता है गदर होश वाले भी मदहोश आए रे नजर मेरे फोटो को सीने से यार चिपका ले सैया फेविकॉल से കപ്പിൾസിന്റെ ഡാൻസ് കണ്ടു. ഈ ഒരു ബ്രൈഡിന്റെ സിസ്റ്റേഴ്സിന്റെ ഡാൻസും കണ്ടു. അതുമാത്രം പോരല്ലോ, ഇനി ഗ്രൂമിന്റെ ബ്രദർ ആയിട്ടുള്ള എന്റെ ഡാൻസും കൂടി കാണണ്ടേ.
അതുകൊണ്ട് ഇനി അടുത്തതായി വരാൻ പോകുന്നത് എൻ്റെ സ്വന്തം ഒരു അടിച്ചു പൊള്ളി ഡാൻസ് ആണ്. ഓക്കെ, മ്യൂസിക്. அடிச்சா தாங்க மாட்டேன் 4 மாசம் தூங்க மாட்டேன் மோதி பாரு வீட்டு போய் சேர மாட்டேன் நான் புடிச்சா குடும்ப குடி நான் சிரிச்சா வாழவட்டி நான் பாட்டும் பாட்டுக்கு தோல் பறை நீ மோதி பாரு வீட்டு போய் சேர மாட்டேன் நான் புடிச்சா குடும்ப குடி நான் சிரிச்சா வாழவட்டி நான்